നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ കാലത്തും മരുവത്തൂരിൽ കാര്യസ്ഥന്മാരെ പോലെ കഴിയേണ്ടി വരും. ഒന്നിനൊരു അധികാരവും ഇല്ലാതെ ആ വീടിന്റെ പുറമ്പോക്കിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിക്കേണ്ടി വരും. ഇത്രയും നാൾ നമ്മൾ അങ്ങനെ ജീവിച്ചു. ആ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണം തീരുമാനിച്ചത്. വീണ്ടും എല്ലാം നശിപ്പിച്ചിട്ട് നമ്മളെ അവൻ കഷ്ടപ്പാടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ഇതിപ്പോ എല്ലാരും അറിയുമ്പോ നാണക്കേടാവും. എല്ലാവരും നമ്മളെ നോക്കി പരിഹാസത്തോടെ ചിരിക്കും, പ്രത്യേകിച്ച് ഗിരിജയും പവിത്രനും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പവിത്രനെ വെല്ലുവിളിച്ച് വാശിയോടുകൂടി തീരുമാനിച്ചതാ. അവരുടെ മുമ്പിൽ തോറ്റു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് ചാകുന്നതാ. നീ ഇപ്പൊ തന്നെ അവനെ വിളിക്കണം. നമ്മൾ പറയാതെ അവൻ മരുവത്തൂരിലേക്ക് കാലുകുത്തി പോകരുതെന്ന് പറയണം. അവൻ ഉടനെ തിരിച്ചു വരൂന്ന ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. വേണ്ട, ഈ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനമാകുന്നത് വരെ അവൻ ഈ മരുവത്തൂരിൽ വന്നു പോകരുത്. എന്റെ നിയന്ത്രണം തെറ്റിയാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അവനെ വിളിക്കാൻ. കിട്ടുന്നില്ല ദിയേട്ടാ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. കിട്ടുന്നില്ല. അവൻ ഈ കാര്യം ഏട്ടത്തിയോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറ്റില്ല.